നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ന്യൂനപക്ഷ പ്രീണനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതല്ല ഈ നിലപാടെന്നും സമസ്താവേദിയിൽ മുഖ്യമന്ത്രി. ഇടത് സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയതെന്ന് മറക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്ര തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമസ്തയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും വാനോളം പുകഴ്ത്താനും മുഖ്യമന്ത്രി മറന്നില്ല. വിവരങ്ങളുമായി ബി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വീണ്ടും ന്യൂനപക്ഷ പ്രീണനമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വീണ്ടും മുസ്ലിം ജനവിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ വീണ്ടും പ്രീണന തന്ത്രവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നു. സമസ്തയുടെ വേദിയിലാണ് ഈ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? വീണ, നിലവിൽ പൂർണ്ണമായി തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ജനൻ ടി വി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് വലിയ തിരിച്ചടി ഏൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ തിരിച്ചടി ഏറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു ചർച്ച നടന്നു. ആ ഒരു രഹസ്യ ചർച്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും മറുപടി പറഞ്ഞിട്ടില്ല. സമസ്ത, ജമാഅത്ത് ഇസ്ലാം, മുജാഹിദ് ഉൾപ്പെടെയുള്ള മതമൗലികവാദ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ചർച്ച നടന്നത്. ഈ ചർച്ച നടന്ന് തൊട്ടു പിന്നാലെയാണ് ഈ സമസ്തയുടെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഭാഗമാകുന്നത്. വിനീഷ്, ഒരു മിനിറ്റ്, നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടതിന് ശേഷം വിനീഷിലേക്ക് വരാം. ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യം രൂപീകൃതമായ EMS ഗവൺമെൻറ് മുതൽ ഇതേവരെയുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെല്ലാം അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. വ്യക്തമാക്കുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് അളക്കാവുന്നതല്ല. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. വിനീഷ്, ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിലപാടല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നിരാശയൊക്കെ പിണറായിയുടെ വാക്കുകളിൽ ദർശിക്കാവുന്നതാണ്. ഒപ്പം ന്യൂനപക്ഷ പ്രീണനം ഒരിക്കൽ കൂടി അതിശക്തമായി നടപ്പാക്കാനുള്ള ആലോചന, അതിൻ്റെ പദ്ധതികളാണ് മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്യുന്നത്. വിനീഷ്, നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന് സമാനമായ വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് ഇന്ന് സമസ്തയുടെ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ കേൾക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെയാണ് ഇടതുപക്ഷം കാണുന്നത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക്. ഒപ്പം മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ഇടത് സർക്കാർ നേരിട്ട വിമർശനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശങ്ങൾ നേരിട്ട വിമർശനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ഇടത് സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത് ഉൾപ്പെടെയുള്ള മതപ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ നുണ പ്രചരിപ്പിക്കുന്നത് മറ്റു വർഗീയവാദികളാണ്.
സമസ്തയെ വാനോളം പുകഴ്ത്തുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം മുസ്ലിം സമുദായത്തെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരിടാൻ സമസ്ത നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമസ്തയെ ഒരു സമുദായത്തെ കേന്ദ്രീകരിച്ചുള്ള സംഘടനയുടെ വേദിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സമസ്ത വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമസ്തയെ വർഗീയ ശക്തികളായി കൂട്ടാൻ സാധിക്കില്ല. സമസ്തയുടെ നിലപാടുകൾ എപ്പോഴും വർഗീയതയ്ക്കെതിരെയുള്ളതാണ് എന്ന സംബന്ധിച്ചുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹം ചോദ്യം ഉയർത്തുന്നത് ഇത്തരത്തിലാണ്: സമസ്ത എന്ന സംഘടന ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയരുമ്പോൾ അതിനെ ചേർക്കാൻ ന്യൂനപക്ഷ വർഗീയത എന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനെ മയപ്പെടുത്തി മുഖ്യമന്ത്രി പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെ കൊണ്ട് അതിനെ ചേർക്കാൻ എന്ന് കരുതുന്നത് വിട്ടുവീഴ്ച ചെയ്യരുത്. ന്യൂനപക്ഷ വർഗീയതയും ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയൊക്കെ മുഖ്യമന്ത്രി വേദിയിൽ വിളിച്ചു പറയുമ്പോഴും ന്യൂനപക്ഷ സമൂഹത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ അംഗീകരിക്കുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയുന്നത് ഈ സമസ്ത ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. സമസ്ത എപ്പോഴും മുസ്ലിം ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എങ്ങനെ മതനിരപേക്ഷമാകാൻ കഴിയും? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് എങ്ങനെ മതനിരപേക്ഷ നിലപാടുകൾ പുലർത്താൻ കഴിയും എന്ന വലിയ ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളാണ് ബിനീഷ് പങ്കുവച്ചത്. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ശ്രീനിവാസന്റെ ഭൗതികദേഹം തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിച്ചു. രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെയാവും സംസ്കാര ചടങ്ങുകൾ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനും ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലേക്ക് എത്തിയിരുന്നു. വീട്ടിലേക്കും നിരവധി ആരാധകർ അന്ത്യാഞ്ജലി നൽകാൻ എത്തുന്നുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വീട്ടിൽ പൊതുദർശനമില്ല, പക്ഷേ ശ്രീനിവാസനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ടൗൺ ഹാളിൽ നമ്മൾ കണ്ടു, വികാരനിർഭരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. മലയാളത്തിൻ്റെ മഹാനടന്മാർ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണാൻ ചലനമറ്റിരുന്ന കാഴ്ചയൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്താണ് വീടിൻ്റെ മുന്നിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, എറണാകുളം ടൗൺ ഹാളിൽ 2.5 മണിക്കൂറോളം സമയം പൊതുദർശനം ഉണ്ടായിരുന്നു. 2 മണിക്കൂറായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ടൗൺ ഹാളിലേക്ക് അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. അതുകൊണ്ട് തന്നെ പറഞ്ഞതിലും അരമണിക്കൂറോളം സമയം വൈകി. 1 മണി മുതൽ തന്നെ, കൃത്യം 1 മണി മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചു. ടൗൺ ഹാളിലെത്തി സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു മടങ്ങി. നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും സത്യനന്ദിക്കാടും ദിലീപും അടക്കമുള്ള ആളുകൾ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അരികിൽ ഒരുപാട് സമയം ഇരിക്കുന്ന കാഴ്ച നമ്മളവിടെ കണ്ടതാണ്. സത്യനന്ദിക്കാട് ദുഃഖത്തോടെ തന്നെ സുഹൃത്തിനെ കുറിച്ച് ഓർക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നീലിമ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ടൗൺ ഹാളിലെ പൊതുദർശനം കഴിഞ്ഞ് ഏതാണ്ട് 3:45 തന്നെ മൃതദേഹം കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി. എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം 3/4 മണിക്കൂറോളം ദൂരമുണ്ട് ഈ കണ്ടനാടേക്ക്. ഉദയംപേരൂരിനടുത്താണ് കണ്ടനാട്. ഇപ്പോൾ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കണ്ടനാട്ടെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ സ്വകാര്യമായുള്ള ഒരു നിമിഷങ്ങളാണ്. കാരണം ആ സമയത്ത് അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അയൽക്കാരും ഒക്കെയുള്ള ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മടങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും ഉള്ളത്. രാവിലെ 10 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ശ്രീനിവാസന്റെ സംസ്കാരം നടക്കുക. എന്തായാലും രാവിലെ വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. നിഷയാണ് കണ്ടനാട്ടെ വീടിന് മുന്നിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. സകല കലയുടെ സഹയാത്രികൻ നടന്നകലുമ്പോൾ വാക്കുകൾക്ക് വീർപ്പുമുട്ടും, തിരശീലകൾക്ക് തിളക്കം കുറയും. പക്ഷേ ബാക്കി വെച്ചുപോയ സിനിമകൾക്ക് കാലാതീതമായ സന്ദേശമുണ്ട്.
സിനിമയുടെ അടയാളമാണ് ശ്രീനിവാസൻ. ആർക്കും കയറി ചെല്ലാവുന്ന ഒരിടം. തിരക്കഥയിൽ അതൊരു തീരമായിരുന്നു. ചിരിവരികൾ ചിന്തയെ കൂട്ടി ആവർത്തിച്ചു വന്നു തൊട്ടുപോകുന്നിടം. അഭിനയത്തിൽ അതൊരു പുഴയായിരുന്നു. ഉറവ വറ്റാത്ത അനായാസതയുടെ ഒഴുക്ക്. സിനിമയൊരുക്കിൽ സമൂഹത്തിനു നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു. അതിൽ നിറയെ നമ്മളെന്ന് തോന്നിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു. അഥവാ നടിക്കുന്നവരും നമ്മളും ഒന്നായിരുന്നു. പറയുന്ന രാഷ്ട്രീയം കാലാതീതമായിരുന്നു. നെഞ്ചുറപ്പുള്ള നിലപാടുകളായിരുന്നു. അതെ, അയാൾ മലയാള സിനിമയ്ക്ക് പിന്നാലെയായിരുന്നില്ല. മലയാള സിനിമ അയാൾക്ക് പിന്നാലെയായിരുന്നു. മലയാള സിനിമയല്ല, മലയാള ശ്രീനിമ. ന്യൂസ് ഡെസ്ക് ജനം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അനുമതി തേടി ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് കൊച്ചി യൂണിറ്റ് കത്തയച്ചു. കൊച്ചി ED യൂണിറ്റാണ് കത്തയച്ചത്. തിങ്കളാഴ്ചയോടുകൂടി അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ECIR രജിസ്റ്റർ ചെയ്യാനായി ഡൽഹി ഡയറക്ടറേറ്റിന്റെ അനുമതി തേടി കൊച്ചി യൂണിറ്റ് കത്തയച്ചത്. ECIR രജിസ്റ്റർ ചെയ്യാനായി തിങ്കളാഴ്ചയോടുകൂടി അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രജിസ്റ്റർ നടപടികളിലേക്ക് കടക്കും. സംസ്ഥാന സർക്കാരും ED ECIR രജിസ്റ്റർ ചെയ്യാനായി ശുപാർശ ചെയ്യേണ്ടതുണ്ട്. വിജിലൻസ് കോടതിയിൽ EDക്ക് രേഖകൾ കൈമാറുന്നതിന് SIT സംഘം എതിർത്തിരുന്നു. സർക്കാരിനും ഇതേ നിലപാടാണ്. നിലവിൽ കോടതിയിൽ നിന്നും EDക്ക് അനുകൂല വിധി വന്നതോടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട FIS ഉൾപ്പെടെ എല്ലാ രേഖകളും ഉടൻ തന്നെ SIT EDക്ക് കൈമാറണം. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കള്ളപ്പണ ഇടപെടൽ ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പ്രകടമായി തന്നെ പണമിടപാട് നടന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സാധിക്കും. സർക്കാരുമായും CPMുമായും നേരിട്ട് ബന്ധമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ട കേസിലാണ് ED അന്വേഷണം വരുന്നത്. ജനം, കൊച്ചി. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം പുകയുന്നു. ധാക്ക, ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വ്യാപകാക്രമണം നടത്തി. ഇസ്ലാമിസ്റ്റുകൾ ദിബു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൊല്ലുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് അതിർത്തികളിൽ സൈന്യം പട്രോളിംഗ് ശക്തമാക്കി. ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ തീവ്ര ഇസ്ലാമിസ്റ്റ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ കലാപം ആളിക്കത്തുകയാണ്. ധാക്ക, ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിരവധി കെട്ടിടങ്ങൾക്ക് തീവെച്ചു. കഴിഞ്ഞ ദിവസം ഇസ്ലാമിസ്റ്റുകൾ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മതനിന്ദ ആരോപിച്ചായിരുന്നു ബലൂക്ക ഉപസലിയിലെ ടെക്സ്റ്റൈൽസ് ജീവനക്കാരൻ ദീപു ചന്ദ്രദാസിനെ അക്രമികൾ ക്രൂരമായി വധിച്ചത്. നിരവധി വീടുകളും മാധ്യമ സ്ഥാപനങ്ങളും അവാമി ലീഗ് പാർട്ടി ഓഫീസും തീവെച്ച് നശിപ്പിച്ചു. കലാപത്തിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശുമായുള്ള കര സമുദ്രാതിർത്തികളിൽ സൈന്യം പെട്രോളിംഗ് ശക്തമാക്കി. തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രസ്താവന നടത്തിയിരുന്ന ഷെരീഫ് ഉസ്മാന് ഡിസംബർ 12 ധാക്കയിൽ വെച്ചാണ് അജ്ഞാതരുടെ വെടിയേറ്റത്. ഇയാളെ ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. നിലവിൽ സംഘർഷം നിയന്ത്രിക്കാനും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും മേധാവി മുഹമ്മദ് യൂനുസും. ജനം, ഡൽഹി. സിറിയയിലെ IS കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ സൈനിക നടപടിയുമായി അമേരിക്ക. സിറിയയിലെ പമൈറയിലാണ് ആക്രമണം നടന്നത്. 70ഓളം IS കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 13 സിറിയയിലുണ്ടായ IS ആക്രമണത്തിൽ 2 US സൈനികരും ഒരു സൈനിക ട്രാൻസ്ലേറ്ററും കൊല്ലപ്പെട്ടിരുന്നു. തുടർന്നാണ് സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ US ആക്രമണം നടന്നത്. നടപടി സ്ഥിരീകരിച്ച ട്രംപ് തങ്ങളുടെ പൗരന്മാർക്കെതിരായ ആക്രമണം ശക്തമായി പ്രതിരോധിക്കുമെന്ന് അറിയിച്ചു. സിറിയയിലെ താൽക്കാലിക ഭരണകൂടത്തിന്റെ പിന്തുണ നടപടിക്കുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. സിറിയയിലെ പമേറയിലാണ് US സൈനിക വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത്.
ഇതേയിടത്തു തന്നെയാണ് IS ആക്രമണത്തിന് തിരിച്ചടിയായ നടപടിയെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. നടപടി യുദ്ധപ്രഖ്യാപനമല്ല, US പൗരന്മാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമെന്നും പ്രതിരോധ സെക്രട്ടറി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. ഓപ്പറേഷൻ ഹോക്ക് ഐ എന്നു പേരിട്ട സൈനിക നടപടി മധ്യ സിറിയയിലെ IS സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ലോകത്തിന്റെ ഏതു കോണിലും അമേരിക്കൻ പൗരന്മാർക്കെതിരായ നീക്കങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നും പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. 70ഓളം സിറിയൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പോലീസിന്റെ ക്രൂരതകൾ ഒടുങ്ങുന്നില്ല. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്നാണ് വാർത്ത. യുവാവിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനമേറ്റു. നാലാഞ്ചിറ സ്വദേശി ദസ്തക്കീറിനാണ് മർദ്ദനമേറ്റത്. ദസ്തക്കീറിനെ ലാത്തികൊണ്ട് പോലീസ് മർദ്ദിച്ച് അവശനാക്കിയെന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന ഭാര്യയുടെ പരാതിയിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരിക്കേറ്റുവെന്നാണ് മണ്ണന്തല പോലീസ് നൽകുന്ന ന്യായീകരണം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, എന്താണ് നമുക്ക് മണ്ണന്തലയിൽ നിന്നും ലഭിക്കുന്ന വിവരം? മിനിമം മണ്ണന്തല സ്വദേശിയായ ദസ്തക്കീർ എന്ന ആൾക്കാണ് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഈ പോലീസ്. യുവാവിന്റെ കാലുകൾക്ക്, അതായത് മുട്ടിന് മുകളിലേക്ക് വലിയ രീതിയിൽ ലാത്തിക്കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് ഈ ദസ്തക്കീറും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. വഴക്ക് കൂടിയതിനു ശേഷം ഭാര്യയാണ് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തിയതിനു ശേഷം അവിടെ നിന്നും ദസ്തക്കീറിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കൂട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ദസ്തക്കീർ വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേടാ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പോലീസ് മർദ്ദിച്ചതെന്നാണ് ദസ്തക്കീർ നമ്മളോട് പറഞ്ഞത്. അതായത് രാവിലെ വിളിച്ചതിന്റെ ഒരു അസ്വസ്ഥത ആണ് പോലീസ് പ്രകടിപ്പിച്ചതെന്നാണ് ദസ്തക്കീർ പറയുന്നത്. ക്രൂരമായി മർദ്ദിച്ചു. കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് നിൽക്കാൻ പറ്റൊരു വ്യക്തിയോട് ചേർന്ന് നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ഈ ലാത്തി പോലുള്ള ഒരു വടിയാണെന്നോ ലാത്തിയാണെന്നോ അറിയില്ല, എന്തായാലും ഒരു അങ്ങനെയുള്ളൊരു കമ്പ് കൊണ്ട് വർദ്ധിച്ചു എന്നാണ് ദസ്തക്കീർ. അങ്ങനെ തുടയിൽ അടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ രീതിയിൽ ക്രൂരമായ മർദ്ദനം തന്നെയെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാൽപാദത്തിലും അതോടൊപ്പം തന്നെ തുടയിലും മുട്ടിനും മുകളിലും എല്ലാം വലിയ രീതിയിൽ മർദ്ദനമേറ്റ പാടുകളും കാണുന്നുണ്ട്. ഈ പോലീസിന്റെ ക്രൂരതകൾ തന്നെയാണ് ഇതിന് കാരണം ഒരിക്കൽ കൂടി തെളിവാകുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സ്റ്റേഷനത്തിൽ യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ആ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് അത് കഴിഞ്ഞ വർഷം മുമ്പ് നടന്നതാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചെടുക്കൊണ്ട് പോയിട്ട് അകാരണമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് പോലും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിക്കാതെ തന്നെ ഈ തരത്തിൽ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഓക്കെ പ്രശാന്ത്, കൊച്ചിയിൽ യുവതിയെ പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് അത് വലിയ വിവാദമായിരിക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി തലസ്ഥാനത്ത് നിന്നും ഈ ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ജനമൈത്രി പോലീസ് എന്നൊക്കെ അവകാശപ്പെടാവുന്ന പോലീസ് അത്ര മൈത്രി ജനങ്ങളോട് ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ട കാലമാണ് ഇത്. പോസ്റ്റൽ വകുപ്പിലെ ക്രിസ്തുമസ് കരോൾ ദേശഭക്തിഗാന വിവാദത്തിൽ വർഗീയ വിഷം പ്രചരിപ്പിക്കാനുള്ള CPMന്റെ നീക്കം പൊളിയുന്നു. BMS നിലപാട് സ്വീകരിച്ചത് ക്രിസ്ത്യൻ വിശ്വാസിയായ യുവതിക്ക് വേണ്ടി. BMS പ്രവർത്തക ആയതിനാൽ കരോൾ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയെന്ന് രേഷ്മ മേരി ജോസ് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. ക്രിസ്മസ് ആഘോഷം നടത്തിയാൽ കരോൾ ഗാനത്തിന് പകരം ദേശഭക്തി ഗാനം പാടുമെന്ന് BMS ശാഠ്യം പിടിച്ചെന്നും ഇതുമൂലം ആഘോഷം തന്നെ റദ്ദായെന്നുമായിരുന്നു വ്യാജ പ്രചരണം. തിരുവനന്തപുരത്തെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ നിന്നാരംഭിച്ച വ്യാജ പ്രചരണം ചില മാധ്യമങ്ങളും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM നേതാക്കളും ആഘോഷമാക്കി മാറ്റി. ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിലെ ജീവനക്കാരിയായ രേഷ്മ മേരി ജോസിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ വർഗീയ വിഷം പ്രചരിപ്പിക്കാനുള്ള CPM നീക്കം പൊളിയുകയാണ്. ഇടതുബന്ധം ഉപേക്ഷിച്ച് BMS പ്രവർത്തകയായതിനാൽ കരോൾ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ക്രിസ്ത്യൻ വിശ്വാസിയായ രേഷ്മ മേരി ജോസ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കരോള് പാടുന്നല്ലേ, അന്നൊന്നും നമ്മൾ വർഗീയ ശക്തികളല്ലായിരുന്നല്ലോ. ഞാൻ NSPന്ന് ഇറങ്ങിയോണ്ടായിരിക്കാം, അന്ന് തൊട്ട് തുടങ്ങിയാണ് ഐസൊലേഷൻ. പിന്നെ DPC ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പം പൂർണ്ണമായിട്ടും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത്. എന്നോട് കരോള് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഗ്രൂപ്പില് അസിസ്റ്റന്റ് സെക്രട്ടറി ആ ഗ്രൂപ്പിൽ അഡ്മിൻ തന്നെ എന്നെ ആഡ് ചെയ്തു. കുറെ കരോൾസും പാട്ടും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതെല്ലാം എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മള് ലിറിക്സ് ഞാൻ അത് ഇട്ട് കൊടുത്തു, പ്രാക്ടീസും ചെയ്തു. അത് കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെ റിമൂവ് ചെയ്തായിട്ട് കണ്ടു ഈ അസിസ്റ്റന്റ് സെക്രട്ടറി.
അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നിയോണ്ടാണ് ഞാൻ യൂണിയനായിട്ട് അത് ടേക്കപ്പ് ചെയ്തത്. BMSൽ ചേർന്നതിന് പിന്നാലെ പതിവായി പങ്കെടുത്തിരുന്ന മറ്റു പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയെന്നും രേഷ്മയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. ഹിന്ദിയുടെ കാര്യവും ഞാൻ പറഞ്ഞില്ലായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ ഗ്രൂപ്പ് സോങ്ങിലുള്ളതാണ്. പക്ഷെ ഞാനുണ്ടെങ്കിൽ പാടില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇതും ഞാൻ ഇൻഫോർമലായിട്ട് അറിഞ്ഞത് ഇത് തന്നെയാണ് റീസൺ എന്നാണ്. ഞാൻ 3 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയെ ഞാൻ തന്നെയല്ലേ പാടുന്നത്. അപ്പൊ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം അവർക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും കാരണം. യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നെ മാറ്റിയത്. വിശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി വർഷങ്ങളായി കരോൾ പാടിയിരുന്ന യുവതിക്ക് രാഷ്ട്രീയ ചായ്വിന്റെ പേരിൽ CPM സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് അയിത്തം കൽപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. BMSകാർ കരോൾ ഗാനം പാടേണ്ടെന്ന ഇടതുതിട്ടൂരത്തിനെതിരെയാണ് ബദൽ പരിപാടി എന്ന നിലപാടുമായി ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നത്. വിലക്കേർപ്പെടുത്തിയാൽ കരോൾ ഗാനത്തിനൊപ്പം CPMന് ഇഷ്ടമില്ലാത്ത ദേശഭക്തി ഗാനങ്ങളും പാടുമെന്നും BMS നിലപാടെടുത്തിരുന്നു. പിന്നാലെയാണ് ഇടത് സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അധികൃതർ ക്രിസ്മസ് പരിപാടി റദ്ദാക്കിയത്. വാസ്തവം ഇതായിരിക്കെ വർഗീയത കുത്തിയിളക്കാനുള്ള ഇടത് സംഘടനാ നീക്കത്തിന് കുടപിടിക്കുകയാണ് മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള CPM നേതാക്കൾ. ക്രിസ്മസ് ആഘോഷ പരിപാടി റദ്ദാക്കിയതിന് പിന്നിൽ BMS ആണെന്നാരോപിച്ച് തിങ്കളാഴ്ച നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ V ശിവൻകുട്ടി പങ്കെടുക്കും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് ആലുവ കാഞ്ഞൂർ സ്വദേശി ഇന്ദ്രാണി. 3 ഇനങ്ങളിലായി 2 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലുമാണ് ഈ കൊച്ചുമിടിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാകുകയാണ്. നമസ്തേ. ഈ മെഡലിന് പിന്നിലൊരു കഥയുണ്ട്. ഒരു സ്പോർട്സ് ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കഥ. ആലുവ കാഞ്ഞൂർ സ്വദേശി ഇന്ദ്രാണിയുടെ നേട്ടത്തിൻ്റെ കഥ. ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയം ദേശീയ സ്കൂൾ ഗെയിംസിൽ പെൺകുട്ടികളുടെ നീന്തൽ മത്സരം നടക്കുന്നു. ഇന്ദ്രാണിക്ക് കടുത്ത പനി. ഹീറ്റ്സിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. ഫൈനലിൽ എത്തില്ല എന്ന് വിചാരിച്ചിരിക്കെ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 8ാമത്തെ ഫൈനലിസ്റ്റായി ഫൈനലിലേക്കെത്തി. പിന്നെ കണ്ടത് മിന്നും പ്രകടനം. അധികം മെഡൽ വീഴാത്ത 8ാം ട്രാക്കിൽ ഇന്ദ്രാണി നേടിയെടുത്തു സ്വർണ്ണ മെഡൽ. ഞങ്ങളിവിടെ കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സപ്തമാതാക്കളിൽ ഒന്നാണ് ഇന്ദ്രാണി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ആ പേര് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മകൾക്ക് ഇന്ദ്രാണി എന്നുള്ള പേരിട്ടത്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇന്ദ്രാണി സർവ്വവും മറക്കും. എന്തെന്നില്ലാത്ത ഊർജം മെഡലിലേക്ക് കുതിച്ചു വായിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള സ്പോർട്സാണ്. അതൊരു വെറൈറ്റി സ്പോർട്സ് വരെയാണ് എനിക്ക് തോന്നിയത്. എന്താണെന്നറിയില്ല, ഞാൻ വെള്ളത്തിലിറങ്ങിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പോർട്സ് ചൂസ് ചെയ്തത്. കോച്ച് അനിൽകുമാർ സാർ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് റോൾ മോഡൽ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ സ്വിമ്മേഴ്സ് ഉണ്ട്. ശ്രീഹരി നടരാജ്, ദിനിതി ദേശിംഗു, ഇവരെല്ലാം എൻ്റെ റോൾ മോഡൽസാണ്. ബട്ട് അനിൽ സാറാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറയുന്നത്. നീന്തലിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ പഠനത്തിൽ പിന്നിലാകുമോ എന്നായിരുന്നു ആശങ്ക. അതിനാൽ ആദ്യം രക്ഷിതാക്കൾ എതിർത്തു. ആദ്യം ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് ഉണ്ടായത്. കാരണം രാവിലെ 5:45 പോകണം. നമ്മൾ പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഒരു 2ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് മോൾ ആദ്യമായിട്ട് ഇതിന് ചേരുന്നത്. ആ സമയത്ത് നമ്മൾ കൊണ്ടുവരാനും പഠിക്കണം, ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ആദ്യം പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മോളുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ, വളരെയധികം ഉത്സാഹത്തോടെ പോകുന്നത് കണ്ടപ്പോൾ, എന്നാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയിട്ടല്ല, നമ്മൾ അതിനെ പൂർണ്ണമായും പിന്തുണച്ചു. അമ്മയുടെ ആശങ്കയ്ക്ക് ഇന്ദ്രാണി പരിഹാരവും കണ്ടെത്തി. അച്ചടക്കവും ദിനചര്യയും ഉണ്ടെങ്കിൽ പഠനവും നീന്തലും ഒന്നിച്ചു കൊണ്ടുപോകാം. ആദ്യം തന്നെ ഡിസിപ്ലിനാണ് വേണ്ടത്. അതിൻ്റെ റൊട്ടീൻ വേണം. ഡിസിപ്ലിനും റൊട്ടീനും നല്ലതായിട്ട് കൊണ്ടുനടന്നാൽ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സ്കൂൾ നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഖത്തറിൽ 2 മാസം പരിശീലനം ലഭിച്ചതും അവിടെ H2O സ്പ്രിംഗ് കപ്പിൽ വിജയിച്ചതുമെല്ലാം ദേശീയ സ്കൂൾ ഗെയിംസിൽ ഗുണം ചെയ്തു. ഇന്ദ്രാണി 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സ്വർണവും 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെള്ളിയും 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ സ്വർണവും ഇന്ദ്രാണി നേടി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് എന്ന സ്വപ്നവും ഏതൊരു കായിക താരത്തിനെന്ന പോലെ ഇന്ദ്രാണിക്കുമുണ്ട്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോൾ നാഷണൽസിൽ പോയി മെഡൽ മേടിച്ച് റെക്കോർഡൊക്കെ ഇടാനാണ്. അത് കഴിഞ്ഞിട്ട് ഭാവിയിൽ ഒളിമ്പിക്സ് പോകാനാണ്. എന്തായാലും ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ ആണ് ശ്രമിക്കുന്നത്. പ്രവാസിയായ മുരളീകൃഷ്ണന്റെയും അധ്യാപികയായ ആരതിയുടെയും മകളാണ് ഇന്ദ്രാണി M. മേനോൻ.
അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതേ സ്കൂളിലെ പൂർണിമ ദേവ് എന്ന വിദ്യാർത്ഥിയും സ്വർണം നേടിയിരുന്നു. ജനം, കൊച്ചി.